ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ബുക്ക് ഓഫ് ലോഡിലൂടെ വീണ്ടും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അന്യഭാഷയെക്കുറിച്ച് ചെറുതായിട്ട് ചിന്തിച്ചിരുന്നു. അന്യഭാഷ ഒരു ആത്മീയ വരമാണ്. അത് കർത്താവ് നമുക്ക് തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട്, അതായത് പരിശുദ്ധാത്മാവെന്ന ദാനം, അതായത് അപ്പോസ്തല പ്രവൃത്തി 2:38 സ്നാനത്തിലൂടെ മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ. പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് പറയുന്നിടത്ത് മൂന്ന് പേരുകൾ, അല്ലെങ്കിൽ 3 വ്യക്തികൾ, 3 ദൈവങ്ങൾ, അതിന് പേരില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു അതിന് പേരുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അതിനൊരു പേര് അപ്പോസ്തലനായ പത്രോസ് 2:38 അതിനെക്കുറിച്ച് പ്രതിപാദിച്ചു. 2:38. അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി എടുക്കുന്നില്ല. എങ്കിലും ഇന്ന് ആത്മീയ വരങ്ങൾ പല ആളുകളും ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതായത് വായിൽ വരുന്നത് എന്തും അന്യഭാഷയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം എത്രയോ വിപുലമായിട്ട് പോകുന്നല്ലേ. കാരണം എന്തെങ്കിലും ഒരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യഭാഷയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ലോകമത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ വായിക്കാൻ പോകുന്നത് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നിന്നാണ്. 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അപ്പോൾ ഭാഷയൊക്കെ ഉണ്ട്, ഭാഷാപരമുണ്ട്. പക്ഷേ പല ആളുകളുടെയും സ്നേഹം ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ പല വിശ്വാസികളും ഇന്ന് എന്ന് പറയുമ്പോൾ പെന്തിക്കോസ്തുകാരുടെ ഇടയിലും മറ്റ് ഇതര സഭകളിലും അന്യഭാഷ എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യമേ അവരില്ല. പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ അന്യഭാഷ എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ ഇൻഡിപെൻഡന്റ് സഭകളിലും അത് എന്തായിരിക്കുന്നു, ഇപ്പൊ സ്റ്റേജുകളിലൊക്കെ അനാവശ്യമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയായിട്ടത് മാറിപ്പോയി എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഇവരുടെ തന്നെ ഒരു വ്യക്തിത്വം പറയുന്നത് കേട്ട് ഞങ്ങൾ പറയുന്നത് ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. അങ്ങനെ ഏലിയാവ് പറയുന്നത്, അതായത് ഏലിയാവ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞു മഴ പെയ്യുമെന്ന് പറഞ്ഞു, മഴ പെയ്തു അല്ലേ. ഇതെല്ലാം പറഞ്ഞതെല്ലാം സംഭവിച്ചു. അപ്പൊ ഇവര് പറയുന്നു ഇവരുടെ പ്രവചനങ്ങളൊന്നും. അപ്പൊ ഇവർക്ക് കിട്ടിയിരിക്കുന്ന അന്യഭാഷ എന്ത് അന്യഭാഷയാണ്? വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം എന്താണ്? ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെ ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവും അത്ര എന്നാണ് 1 കൊരിന്ത്യർ 13:1 പറയുന്നത്. അപ്പൊ ഇവർക്കൊക്കെ സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, എന്ത് സ്നേഹമാണ് ഇവർക്കുള്ളത് അല്ലെ. അന്യഭാഷ പറയുന്നു എന്ന് പറഞ്ഞത് കൊണ്ട്, കാരണം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ കൂട്ടത്തിൽ നിർത്തത്തുള്ളൂ, അങ്ങനെയുള്ളവരെ മാത്രം മതി എന്നുള്ള ചിന്താഗതി അവർക്കുണ്ട്, പെന്തിക്കോസ്തുകാർക്കാണെങ്കിൽ. അല്ലാത്തവരെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് ക്രിസ്ത്യാനികളുടെ വേർതിരിവിനകത്ത് ഞാനത് സംസാരിച്ചിരുന്നു ആ കാര്യത്തെക്കുറിച്ച്. അപ്പം സ്നേഹമില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അത് പൊതു പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടത് ഒന്നാണ് അന്യഭാഷ എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോ അതിന്റെ അടുത്ത വാക്യത്തിൽ, എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാൽ മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. കാരണം സ്നേഹം വേണം. ഇതേപോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വചനം ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയണം. ഈ അന്യഭാഷയൊക്കെ പറയുന്നുവെങ്കിൽ അല്ലെ, അന്യഭാഷയൊക്കെ പറയുമ്പോൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിൽ പറയുകയാണ്, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആത്മീയ വരങ്ങളെ കുറിച്ച് എന്താണ്? അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
പൗലോസ് അപ്പോസ്തലൻ എഴുതിയാണ്. അപ്പോൾ ആത്മീയ വരങ്ങൾ എന്ന് പറയുമ്പോൾ 3 അധ്യായങ്ങളിലാണ് ഇവിടെ ഈ പറയുന്നത്, അല്ലെ? സാധാരണ വിശ്വാസികൾക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുന്നതാണ് ഈ വരങ്ങൾ. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ അവരെ പ്രാപ്തരാക്കുന്നതാണ്, അല്ലെ? അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിൽ. അവർക്ക് എന്താ പറയുക, ഏത് മേഖലയിലാണ് ഒരു തകർച്ച വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതികൂല ഘട്ടത്തിൽ അവർക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ വരങ്ങൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകും, ഇല്ലെന്നല്ല. കാരണം ഇത് സ്വർഗീയ ഭാഷയാണ്, അല്ലെ? ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ എന്താണ് 1 കൊരിന്ത്യർ 14:2 പറയുന്നു, ഇത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അപ്പൊ ദൈവത്തോട് അത്രേ സംസാരിക്കുന്നത്. അപ്പൊ ദൈവത്തോട് സംസാരിക്കുമ്പോ ഞാൻ നിങ്ങളുടെ ഉടയവൻ, അല്ലെ? സകല വരങ്ങളുടെ ഉടയവൻ നമ്മളെ സഹായിക്കാതിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എന്താണ് അവിടെ എഴുതിയിരിക്കുകയാണ്, സഹോദരങ്ങളെ, നിങ്ങൾ ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന രീതിയിലാണോ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ രീതിയിലാണോ നിങ്ങൾ അന്യഭാഷ ഉപയോഗിക്കുന്നത്? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റേജിലൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ എന്താ പറയുക, നീചമായ രീതിയിൽ അന്യഭാഷ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അന്യഭാഷ ഉപയോഗിക്കുന്നതിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അല്ലാതെ ചുമ്മാതെ കയറി തോന്നുന്നവർക്ക് കയറി സ്റ്റേജിൽ നിന്ന് ഷോ കാണിക്കാനുള്ള ഒന്നല്ല അന്യഭാഷ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനിയെ കൊണ്ട് അത് വ്യാഖ്യാനിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്തേ അത് ചെയ്യുന്നില്ല? ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തില്ലാത്തടത്തോളം കാലം നിങ്ങൾ പറയുന്ന അന്യഭാഷ കറക്റ്റ് അല്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കാരണം അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വ്യാഖ്യാനി വേണം, വ്യാഖ്യാനിക്കണം, പ്രവചിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ടും എല്ലാവരും ഇതിനെ അവഗണിക്കുകയാണ്. ഇതൊരു എന്താ പറയുക, ഒരു സ്റ്റൈലിഷ് ആക്കി മാറ്റി, കാരണം എന്നിൽ എന്തോ പവർ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒന്നാണോ ഈ പറയുന്ന അന്യഭാഷ? ഒരിക്കലും അല്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതിനെ സൂക്ഷിച്ച് കണ്ട് ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ ദൈവകോപം നിങ്ങളിലേക്ക് വരും. വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിച്ചവരൊക്കെ ഉണ്ട് കൂടെ. അതൊക്കെ വളരെ തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് സ്വർഗീയ ഭാഷയാണ്. സ്വർഗീയ ഭാഷയോട് അതിൻ്റെതായ റെസ്പെക്റ്റും ബഹുമാനവും കാണിക്കണം. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ഉപയോഗിക്കുവാനുള്ളതല്ല. അതിന് അടിസ്ഥാന മർമ്മങ്ങളുണ്ട്. അടിസ്ഥാനത്തിൽ അത് ഉപയോഗിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോവുക പതിവായിരുന്നു. നിങ്ങൾ അറിയുന്നുവല്ലോ. കഴിഞ്ഞ ദിവസം ആന്റി പറഞ്ഞതിനകത്ത് ഞാൻ കണ്ട ഒരു പ്രാവ് ഇങ്ങനെ പറന്നു പോകുന്നു, അല്ലെ? അത് ഞാൻ ആ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടായിരുന്നു, പ്രാവിനെ കുറിച്ച്. അപ്പൊ ആ ആന്റിയുടെ സങ്കല്പം ഈ പരിശുദ്ധാത്മാവ് പ്രാവാണെന്നാണോ? ആന്റി അങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുകയാണോ അത് പ്രാവാണെന്ന്? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഒരു പ്രാവാണ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് എന്താണ്, അങ്ങനെ പറയാൻ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നത് എന്നുള്ളത് വളരെ കഷ്ടം തന്നെയാണ്. കാരണം അത് മൂന്നാമത്തെ വ്യക്തിയാണ്. മൂന്നാമത്തെ വ്യക്തിത്വം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, കൂട്ടിച്ചേർക്കാൻ പാടില്ല. ദൈവവചനത്തോട് ഒന്നും കൂട്ടുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാൻ പാടില്ല. ദൈവം ഏകനാണ്, ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവം ആത്മാവായി നമ്മോട് കൂടെ ഇരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവായിട്ട് നമ്മോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ആ സത്യത്തെ നിരാകരിച്ചുകൊണ്ട് പ്രാവ്, അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അല്ലെ? ക്ഷയം ബാധിച്ച മനുഷ്യൻ എന്നിവയോടൊക്കെ തുല്യരാക്കി ദൈവത്തെ അങ്ങനെ ആക്കിയ ഒരു കാലഘട്ടത്തെ കുറിച്ച് റോമക്കാർക്കിടയിൽ അങ്ങനെ ഒരു വിശ്വാസം നിലനിന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം ഞാനത് വായിക്കാം. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി അത് വായിക്കാം. ഞാൻ ആ ഭാഗം നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കാം. 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലാണ് റോമർക്ക് എഴുതിയ ലേഖനം 1:23. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി,
അവിടെ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ പക്ഷിയൊക്കെ ഉണ്ട്. അതായത് ഒരു പക്ഷിയെ പോലെ അല്ലെങ്കിൽ നാൽക്കാലി ഇഴജാതി എന്നിവകളുടെ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ദൈവം അദൃശ്യനാണ്, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ. ആ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നു. അത് യേശു ക്രിസ്തുവാണ്. അതാണ് സത്യം എന്ന് പറയുന്നത്. അദൃശ്യനായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അല്ലേ? തേജസ്സിൽ വസിക്കുന്നവനായ ദൈവം അവൻ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നു, അല്ലേ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ആ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള 3 വ്യക്തികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റായ ഒരു പഠിപ്പീരല്ലേ അത്? വളരെ സൂക്ഷിക്കേണ്ട ഒരു പഠിപ്പീര് തന്നെയാണ്. ഈ വരങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ 2:38 പറയുന്ന സ്നാനം തീർച്ചയായും എടുക്കണം. കാരണം അല്ലെങ്കിൽ ഇതൊക്കെ അന്യഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും തർക്കിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ആ ഭാഗം വായിക്കാം. അപ്പോസ്തലന്മാരെ അനുസരിക്കാതെ ഒരാളും പോലും പോവെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവരെന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 2:38 പറയുന്ന സ്നാനം ഇന്ന് ആരും അംഗീകരിക്കുന്നില്ല. ആ സ്നാനത്തെ ആരും അംഗീകരിക്കുന്നില്ല. ആ സ്നാനത്തിന് പകരം 3 ദൈവങ്ങളുടെ അല്ലെങ്കിൽ 3 വ്യക്തികൾ കൂടിയ ദൈവത്തിന് എവിടെയാണ് പേര് പറയുന്നത്? പേരില്ല. കാരണം പിതാവ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്, പുത്രൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്, ദൈവം ആത്മാവാകണം എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. ആ 3 ടൈറ്റിലുകളെ എടുത്ത് 3 ദൈവമാണെന്നും 3 വ്യക്തികളാണെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന സ്നാനത്തിൽ എവിടെയാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന? അപ്പോസ്തലനായ പത്രോസിനെ ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല. ചിലർ ഇന്നും പറയുന്നത് പത്രോസിന് വെളിവേടുണ്ടായിട്ട് പത്രോസ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കാരണം ഇതൊക്കെ എന്താണ്? നിക്കിയെ വന്ന സുന്നകദോസിൽ ഉണ്ടായ മാറ്റത്തില് പല ബെന്തിക്കോസുകാരും ഇന്നും വിശ്വസിക്കുന്നു. അതാണ് ശരിയെന്ന്. നിക്കിയയിലുണ്ടായ സുന്നകദോസ് അവിടെ പിതാക്കന്മാർ പഠിപ്പിച്ചതാണ്. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അവര് പിതാക്കന്മാരായി, അപ്പോസ്തലന്മാരായി. പറഞ്ഞു വന്ന അപ്പോസ്തലന്മാരാരായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 2:38 ഉള്ള സ്നാനം വളരെ വ്യക്തമാണ്. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കാതെ നിങ്ങൾക്ക് ഈ പറയുന്ന ആത്മീയ വരങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ശരിയായ ഒരു സ്നാനമാണ് അല്ലെങ്കിൽ ശരിയായ ഒരു ആത്മീയ വരമാണെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. അതെങ്ങനെ ലഭിക്കുക എന്ന് പോലുമുള്ള അറിവ് നിങ്ങൾക്ക് വരണം. പരിശുദ്ധാത്മാവിനെ എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നു? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ 3 ദൈവങ്ങളുടെയും 3 വ്യക്തികളുടെ നാമത്തിൽ സ്നാനപ്പെട്ടത് കൊണ്ടാണോ നിങ്ങൾക്ക് അത് ലഭിച്ചത്? അല്ല. കാരണം 2:38 സ്നാനം യേശു കർത്താവിനെ സ്വീകരിച്ചത് കൊണ്ടാണ്. അതാദ്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്ന് ബോധം വരുന്നു അന്ന് നിങ്ങളുടെ അന്യഭാഷയും കറക്റ്റ് ആയിരിക്കും, ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആയിരിക്കും. കാരണം ദൈവം ഏകനാണ്. ഏകനായ ദൈവമേ ഉള്ളൂ. 2-3 ദൈവമില്ല. ദൈവം ഒരുവൻ എന്നാണ് വിചാരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അതാണ് വിശ്വസിക്കേണ്ടത്. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ദൈവം ത്രിയേകനാണെന്നും തൃത്വമാണെന്നും ഒക്കെ ചിന്തിക്കുന്നത് വളരെ തെറ്റായ പഠിപ്പീരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയത് ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോവുക പതിവായിരുന്നെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അല്ലേ? ബേസിക്കലി ഒരാള് കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള സഭകൾ, മർത്തോമയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഊമ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ പോയി പ്രാർത്ഥിക്കുക. കാരണം കത്തോലിക്ക മുതൽ ഓർത്തഡോക്സ്, യാക്കോബ അങ്ങനെയുള്ള സഭകളൊക്കെയും വിഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സഭകളാണ്. വിഗ്രഹങ്ങളാണ് അവരുടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ കാണുന്നതിനിടയിൽ
എടത്തുവ പള്ളിയിലാണോ എവിടെയോ ഒരു പാമ്പിന്റെ ഇത് വെച്ചപ്പം അതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കുടുംബം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ആന്റി പറഞ്ഞ് ആ മനുഷ്യനോട് തർക്കിക്കുന്നത്. ഒരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പം അത് തെറ്റാണെന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കത്തോലിക്ക മുതൽ ഓർത്തഡോക്സ് ഉള്ള സഭകളിലുള്ള ആൾക്കാര് കർത്താവിന്റെ മാർഗത്തിലേക്ക് വരാനായി, നിങ്ങൾ പള്ളികളിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ വിശ്വസിച്ചോളൂ, എനിക്കതിൽ തെറ്റൊന്നുമില്ല, ഞാനതിനകത്തൊന്നും ഒരു പറയുന്നില്ല, അത് നിങ്ങളുടെ വിശ്വാസമാണ്. പക്ഷേ നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകിയിരിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശുക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിലൂടെ അല്ലാതെ ആർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഞാനുള്ള കാര്യം ഉള്ളതുപോലെ ഞാൻ തുറന്നു പറയുകയാണ് അവരോട്. എനിക്ക് അവരോട് യാതൊരുവിധ ദേഷ്യമോ പരിഭവങ്ങളോ ഇല്ല. എങ്കിലും ഞാൻ പറയാനുള്ളത് പറയും. അത് എൻ്റെ ജോലിയാണ്, ഞാൻ പറയും. കാരണം ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമമേ നൽകിയിട്ടുള്ളൂ. ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമമേ തന്നിട്ടുള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിലൂടെ അല്ലാതെ രക്ഷപ്പെടാൻ കഴിയുകയില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഈ ഫേസ്ബുക്കില് വീഡിയോ ചെയ്യുന്ന കണ്ടു. എലക്ഷൻ നടക്കുന്നു, അത് ചെയ്യുന്നു, എന്തൊക്കെയാണ് തെറ്റുകൾ കുറ്റങ്ങളൊക്കെ പള്ളികൾ പിടിച്ചെടുക്കാൻ നടക്കുന്നു, ഇതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സഹോദരൻ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്താണ്? നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്. വചനം കേൾക്കുന്ന നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്. രക്ഷപ്പെടുവാൻ നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്. കാരണം പള്ളികൾ പിടിച്ചെടുക്കാൻ യേശു കർത്താവ് പറഞ്ഞില്ല, അല്ലേ? ഇങ്ങനെ ചൊല്ലിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന എന്നാണ് പറഞ്ഞേക്കുന്നത്. പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അപ്പൊ ആ യേശു കർത്താവിനെ അനുസരിക്കാതെ ഒരാൾക്കും ക്രിസ്തുവിന്റെ അനുയായിയാകാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ അനുയായിയാകുവാനോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായി ആകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വെറും ലേബൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലേബൽ മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനെ അനുസരിക്കാതെ ക്രിസ്തുവിന്റെ ശിഷ്യനാകാതെ നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറയാൻ കഴിയുന്നത്? ക്രിസ്തുവിന്റെ അനുയായി ആകണമെങ്കിൽ അപ്പോസ്തലന്മാർ പറഞ്ഞത് അനുസരിക്കണം. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ്. അത് അംഗീകരിക്കാതെ നിങ്ങൾ ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാകുകയില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകത്തില്ല. ക്രിസ്ത്യാനിയാകാൻ നിങ്ങൾക്കൊക്കെയല്ല, നിങ്ങൾ ലേബിൾഡ് ക്രിസ്ത്യാനികൾ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാണ്? ആ നാമം ഏതാണെന്ന് മനസ്സിലാക്കണം. ആ നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ രക്ഷ പൂർണ്ണമാവുകയുള്ളൂ. കാരണം സകല നാമത്തിലും മേലായ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. നമുക്ക് രക്ഷപ്പെടാൻ വേറെ നാമം ദൈവം തന്നിട്ടില്ല. അപ്പോ ആ നാമത്തെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അന്യഭാഷ ഉച്ചരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അന്യഭാഷ ശരിയായ അന്യഭാഷയാണോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അന്യഭാഷ ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അന്യഭാഷ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ അവിടെ 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 1 കൊരിന്ത്യർ 12:4. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അപ്പൊ ഏകം ദൈവമാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഒരുവൻ തന്നെ. മൂവരാണ് എന്ന് അവിടെ പറയുന്നില്ല. മൂവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്നിടത്താണ് നമുക്ക് കുഴപ്പമുണ്ടാകുന്നത്. മൂവർ എന്നൊരു വാക്ക് അവിടെ ഇല്ല. എന്നാൽ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികൾ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ, അല്ലേ? അപ്പൊ സിസ്റ്റർ പറഞ്ഞതുപോലെ മൂന്നാമത്തെ വ്യക്തിയാണോ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു മൂന്നാമത്തെ വ്യക്തിത്വം അല്ല അത് ചെയ്യുന്നത്. ദൈവം തന്നെയാണ് ഇത് ചെയ്യുന്നത്. ആ ദൈവത്തെ മനസ്സിലാക്കാൻ, ആ ഒരു ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ അന്യഭാഷ കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്തടത്ത് നിങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവും, അന്യഭാഷ പറയുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല.
ഞാനും പോയിട്ടുണ്ട്, ഒരുപാട് അന്യഭാഷ പറഞ്ഞ് പ്രവചിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രവചനം കേൾക്കാൻ പോയിട്ടുണ്ട്. അതെല്ലാം ഈ നമ്മുടെ ജാതകം നോക്കുന്ന ആൾക്കാരുടെ പോലെ തന്നെയാണ്, ഭാവി ഭൂതം വർത്തമാനം പറയുന്ന പോലെ തന്നെയാണ്. ചിലപ്പോൾ നടക്കാം, നടക്കാതിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലാതെ ഞാൻ വെറുതെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഞാനിവിടെ പോയിട്ടുണ്ട്, അവരുടെ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ കേട്ടിട്ട് തന്നെയാണ്, ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവരെ പ്രവചനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല, നടക്കാത്തത് തന്നെയാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നുവെങ്കിൽ, നിങ്ങൾ പറയുന്ന അന്യഭാഷ കറക്റ്റ് ആണെങ്കിൽ ഏരിയാവ് പറഞ്ഞ പോലെ തന്നെ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. യാതൊരു മാറ്റവും അതിനകത്ത് വരികയില്ല. അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രവചിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സഭയുടെ ആത്മീയ വർധനത്തിന് വേണ്ടി നിങ്ങൾ പ്രവചിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സഭയിൽ ഇതാണ് കുഴപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ ഇതാണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പ്രവചനം കറക്റ്റാണ്. ആ സഭയ്ക്ക് അത് ആ ഒരു മേഖലയിലാണ് ആത്മീയ വർധന ഉണ്ടാവേണ്ടതെന്ന് നിങ്ങൾ പ്രവചിക്കുകയാണെങ്കിൽ, അത് അവിടെ ക്ലിയർ ആയെങ്കിൽ അത് നിങ്ങളുടെ പ്രവചനം സത്യമാണ്. അല്ലെ പിന്നെ നിങ്ങൾ എന്തിനാണ് അത് പ്രവചിക്കുന്നത്? കാരണം നിങ്ങൾ ദൈവത്തോട് സംസാരിച്ച കാര്യമാണ്. ദൈവത്തോട് സംസാരിച്ചിട്ട് നിങ്ങൾ സഭയ്ക്കൊരു എന്താ പറയുക, ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്. അപ്പൊ ആ വെളിപ്പാട് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം. കള്ളമായ വെളിപ്പാടുകൾ, നിങ്ങൾക്ക് തോന്നുന്ന പോലെ പറയുന്ന വെളിപ്പാടുകൾ നിങ്ങൾ പറയരുത്. അങ്ങനെ പറയുന്നതൊന്നും എന്തല്ല, ഇതൊന്നും ആത്മീയ വരങ്ങളെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയല്ല. കാരണം ആത്മാവിൽ ഒരൊറ്റ കാര്യമേ, കർത്താവ് ഉവ്വൊന്നും ഇല്ല ഇല്ല എന്നേ പറയത്തുള്ളൂ. അതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. അവൻ കള്ളം പറയുന്ന ദൈവമല്ല, അല്ലേ? വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ല, മനുഷ്യപുത്രനല്ല എന്ന് സംഖ്യാപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം കള്ളം പറയത്തില്ല. ദൈവം മനുഷ്യരിൽ ഇരുന്ന് പറഞ്ഞെങ്കിൽ അത് സത്യം മാത്രമേ പറയത്തുള്ളൂ. അതാണ് അന്യഭാഷയിലും സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെയാണ്. അപ്പൊ അന്യഭാഷ പറയുന്നവർ പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കണം, ദൈവത്തിൽ നിന്നുള്ളതായിരിക്കണം, അല്ലെ? അല്ലാതെ ഊഹാഭോഗങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിൽ ആത്മാവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഊഹാഭോഗങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും, കുറച്ച് ലോകമൊക്കെ കയറ്റി പറഞ്ഞ്, അല്ലേ? ലോകത്തിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കയറ്റി പറഞ്ഞ നിന്റെ ഈ പോക്ക് അങ്ങനെയാകുമ്പോ അങ്ങനെയാണ് എന്ന് അങ്ങനെ പറയുന്നതല്ല, അല്ലേ? ചിലർ പറയാം നിന്റെ ഈ പോക്ക് വെച്ച് നിനക്ക് എന്നാ കിട്ടും എന്ന് പറയുന്ന തരത്തിലുള്ള പ്രവചനങ്ങളല്ല, അങ്ങനെയല്ല അത് പ്രവചിക്കുന്നത്. അത് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട്, അബ്രഹാമിന് പോലും ഡയറക്റ്റായിട്ട് സോദോമിനെ കുറിച്ചൊക്കെയുള്ള പ്രവചനങ്ങൾ അബ്രഹാമിന് കിട്ടി. എങ്ങനെ കിട്ടി? ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ദൈവത്തോട് ചേർന്നിരിക്കും, ദൈവത്തോട് സംസാരിക്കുന്നവൻ ദൈവം പറയുന്ന കാര്യങ്ങൾ പറയും, ജനത്തിന് മുമ്പിൽ അത് വെളിപ്പെടുത്തും. വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി എന്നാണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവൻ പറയും. അതാണ് അന്യഭാഷയിലൂടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരുകയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അന്യഭാഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട്, തീർന്നിട്ടില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുവാനുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനം മുഖാന്തരമേ നമുക്ക് ഈ അന്യഭാഷ വരം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കണം. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ ദൈവം പറയുന്നത് പോലെയുള്ള, അല്ലെ? ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പൊ നമുക്ക് മലപ്പുറം വരെയാണ് പോകേണ്ടത്. അതിന് പാലക്കാട്ടോട്ട് പോയിട്ട് കാര്യം വല്ലതും ഉണ്ടോ? ഒരു കാര്യവുമില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിന്റെ ആത്മാവ് കിട്ടുമ്പോൾ. പണ്ട് നമ്മൾ പാലക്കാട്ടേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, നമ്മുടെ ആവശ്യം കൊണ്ട് മലപ്പുറത്തേക്കാണ് പോകേണ്ടത്. പക്ഷെ മലപ്പുറത്തേക്ക് തന്നെ പോകണം, പോയെങ്കിലേ പറ്റത്തുള്ളൂ. അവിടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് പോകേണ്ട ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിലേക്ക് വരണം, അല്ലെ? നമ്മൾ ഇത്രയും നാളെ ലോകത്തിന്റെ പാപത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണെങ്കിൽ തന്നെയും ദൈവാത്മാവ് നടത്തണം. ദൈവാത്മാവ് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ക്രിസ്തീയ ജീവിതം ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഫോളോ അപ്പുകൾ ലഭിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് പറയാതെ കിട്ടുകയില്ല. അപ്പൊ ആ ആത്മാവിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ആ ആത്മാവ് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ആ ആത്മാവ് എന്ത് പറയുന്നു അതനുസരിക്കാൻ തയ്യാറാണ്, അല്ലേ? എൻ്റെ വചനം അനുസരിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നത് കർത്താവിന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം വചനം അനുസരിക്കുന്നവരാകണം. വചനം അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവ് കൂടെ വേണം. അല്ലാതെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, സ്വയനീതി ഇതിനകത്തില്ല. എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്, അയ്യോ ഞാൻ ഇന്നലെ കർത്താവിനെ സ്വീകരിച്ചു അതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, അങ്ങനെയല്ല. കർത്താവ് എന്നിൽ ഒരു പ്രവൃത്തി ആരംഭിക്കുകയാണ്, അത് അതിന്റെ അവസാനത്തോളം തികയ്ക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവസാനത്തോളം തികയ്ക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുക്കേണ്ട ജോലി നമുക്കുണ്ട്. അല്ലാതെ സ്റ്റേജുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റൈലിൽ വിളിച്ചു പറയുന്ന ഒന്നല്ല അന്യഭാഷ. എനിക്ക് അന്യഭാഷ വരമുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനുമല്ല. ഉണ്ടെങ്കിൽ അത് വ്യാഖ്യാനിച്ച് കറക്റ്റായി പറയുവാൻ കഴിയുന്ന വരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് ഈ അന്യഭാഷ ഈയിടെ ആരാണ്ടൊക്കെ എഴുതുവോ ഏതാണ്ടൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് അതിനോടൊന്നും പൂർണ്ണമായി യോജിക്കാൻ പറ്റുകയില്ല. കാരണം ഈ പറയുന്ന ഭാഷകളെല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ വാക്ക് തന്നെയാണ് ഇവർ ഉച്ചരിക്കുന്നത്. വേറെ വ്യത്യാസ ഭാഷകളൊന്നും ഇവര് ഉച്ചരിക്കുന്നില്ല. ഞാനിതെല്ലാം കണ്ടു. കാരണം അന്യഭാഷ ബുക്ക് എഴുതുന്ന ആളുകളെ കണ്ടു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. ഇതൊന്നും യഥാർത്ഥപരമായ കാര്യങ്ങളല്ല. ഇത് സ്വർഗീയ ഭാഷയാണ്. നിങ്ങൾക്ക് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് എഴുതി കളിക്കാനുള്ള സംഭവമല്ലിത്. അതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അന്യഭാഷയെക്കുറിച്ചുള്ള അവബോധങ്ങൾ ഈ ലോകത്ത് ഇപ്പൊ വർദ്ധിച്ചു വരികയാണ്, അല്ലേ? ആളുകൾ കളിയാക്കാൻ തുടങ്ങി. ഇത് സ്റ്റേജിന്റെ മുമ്പിൽ ലൈവായിട്ട് നിന്ന് പറയുകയാണ്, ആളുകൾ ഇന്ന് പുച്ഛിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അന്യഭാഷയല്ല, അതാദ്യം മനസ്സിലാക്കുക. ദൈവവചനം എന്ത് പറയുന്നുവോ അതാണ് അന്യഭാഷ. അതിനെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ, എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.